ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഈത്തപ്പഴവും ക്യാരറ്റും വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ചോറിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അച്ചാറാണിത്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് വെച്ചതാണ്. ഇനി ഒരു 300 ഗ്രാം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതും ഞാൻ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, തൊലി കളഞ്ഞ്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇത് തയ്യാറാക്കുന്നത്. കൂടുതൽ നാൾ ഇരിക്കാനുള്ളതാണെങ്കിൽ നല്ലെണ്ണയിൽ തയ്യാറാക്കാം, കേടാവുകയില്ല നല്ലെണ്ണയിലാണെങ്കിൽ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പൊട്ടി വരുമ്പോൾ ഒരു 3 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2 പച്ചമുളക്, ഒരു 14 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് നടുവേ പിളർന്ന്, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഇത് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്, കാണിക്കാൻ പറ്റിയില്ല. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അതിൻ്റെ മസാലയൊക്കെ ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് നല്ലപോലെ മൂത്ത് വരട്ടെ. അതിൻ്റെ ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരട്ടെ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ചെയ്യണേ. ഇനി ഇതിലേക്ക് ആ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈത്തപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ക്യാരറ്റ് എടുത്തതിൻ്റെ പകുതിയായിട്ടാണ് ഈത്തപ്പഴം എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണേ. ആ ക്യാരറ്റൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. ചെറിയ തീയിൽ വേവിച്ചെടുത്താൽ മതി. ഇതായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കണം. ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഒരു 3-4 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കണം. ഇത് നല്ലപോലെ ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ആ വിനാഗിരിയും ശർക്കരയൊക്കെ അതിലൊന്ന് പിടിച്ചു വരട്ടെ. ഇതായിട്ടുണ്ട് കേട്ടോ. ഇതിനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാട്ടോ ഇത്. ചോറിൻ്റെ കൂടെയും കഴിക്കാം, നമ്മുടെ ബിരിയാണീൻ്റെ ഒക്കെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാട്ടോ. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ.